ഈ ഭാഗത്ത് രണ്ട് കാലങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് സീസണെ കുറിച്ച് അവിടെ പറയുന്നു, അല്ലെങ്കിൽ രണ്ട് ജനറേഷനെ കുറിച്ച് പറയുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാമിന്റെ കാലത്ത്. ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ ചേർക്കുന്നു, ഇസ്ഹാക്കിന്റെ കാലത്ത്. രണ്ട് കാലങ്ങൾ, അബ്രഹാമിന്റെ കാലം, ഇസ്ഹാക്കിന്റെ കാലം. എന്താ ഇവിടെ സംഭവിക്കുന്ന? ഈ രണ്ട് കാലത്തെ കുറിച്ചും കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, സ്തോത്ര, അവന് അനേകം ആട്ടിൻ കൂട്ടങ്ങളും മാട്ടിൻ കൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നു. വാഗ്ദത്ത സന്തതിയാകുന്ന ഇസ്ഹാക്ക് ഒരു പട്ടിണി പാപമല്ല. അതിനകത്തുനിന്നൊരു ദൂത് വിളിച്ചു പറയാം, നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ ഒരു പട്ടിണി പാവമായി കിടക്കാൻ ദൈവം അനുവദിക്കില്ല. നീ അറിയാത്ത നന്മകൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരും. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവനാണ് നീ എങ്കിൽ നീ അറിയാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ടെങ്കിൽ നീ പട്ടിണി കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. എന്റെ ദൈവം നീ അറിയാത്ത ചില നന്മകൾ, നിന്റെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ ദൈവം നിനക്ക് നൽകുക തന്നെ ചെയ്യും.